ബേസിക് അക്കൗണ്ടിങ്ങിൽ വരുന്ന ജേണൽ എന്ന് പറയുന്നൊരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. +1 കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും 4 ഇയർ ഡിഗ്രി BBA പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മേജറായിട്ടും മൈനറായിട്ടും വരുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്ന പേപ്പറിലും വരുന്ന അക്കൗണ്ടിങ്ങിലെ ജേണൽ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. അക്കൗണ്ടിങ് പ്രോസസ്സ് വരുന്നത് ഫസ്റ്റ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ അനലൈസ് ചെയ്യുന്നു. സെക്കൻഡ്ലി നമ്മൾ ജേണൽ എൻട്രിയിലേക്ക് അതിനെ പാസ് ചെയ്യണം. നെക്സ്റ്റ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ലാസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ഇത്രയും സ്റ്റേജിലൂടെയാണ് ഒരു അക്കൗണ്ടിങ് പ്രോസസ്സ് കടന്നു പോകുന്നത്. അപ്പോൾ അതിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ പ്രോസസ്സാണ് ജേണൽ എന്ന് പറയുന്നത്. അതായത് ജേണൽ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ജൂർ എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. അതായത് അതിനർത്ഥം എന്താണ്? ഡേ എന്ന് പറയുന്നതാണ് അതിനർത്ഥം. അതായത് ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ഡെയിലി റെക്കോർഡാണ്. അതായത് ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡെയിലി റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ഇതിൽ ജേണൽ എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെടുന്ന 2-3 ടേമുകൾ ജസ്റ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിലാദ്യം വരുന്നതാണ് ജേണലൈസിങ്. ജേണലൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദി ജേണൽ. ഒരു ജേണൽ ബുക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ജേണലൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു ടേമാണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ജേണലിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കോഡ് ഓഫ് ട്രാൻസാക്ഷനെയും നമ്മൾ എന്ത് പറയും? ജേണൽ എൻട്രി എന്ന് പറയും. ഇനി മറ്റൊന്നാണ് നരേഷൻ എന്ന് പറയുന്നത്. അതായത് ജേണൽ നമ്മൾ കൊടുത്തതിന് ശേഷം ഈ ജേണലിനെ കുറിച്ച് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ നൽകുന്നതാണ് എന്ത്? നരേഷൻ എന്ന് പറയുന്നത്. ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ആണ് നരേഷൻ എന്ന രൂപത്തിൽ അറിയപ്പെടുന്നത്. ഇനി ഒരു ജേണലിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ജസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കോളം വരുന്നത് ഡേറ്റ് ആണ്. സെക്കൻഡ് കോളം പെർട്ടിക്കുലേഴ്സ്, തേർഡ് കോളം LF, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഇത്രയും കോളംസ് ആണ് ഒരു ജേണൽ എന്നതിൽ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ് കാണിക്കുന്നു, പിന്നീട് നമ്മൾ രണ്ടാമത്തേതിൽ നെയിം ഓഫ് അക്കൗണ്ട് ആണ്, ഡെബിറ്റും ക്രെഡിറ്റും കാണിക്കുന്നു. അതേപോലെ ലെഡ്ജർ ഫോളിയോ എന്ന് പറയും. LF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേണലിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടായ ലെഡ്ജറിൻ്റെ പേജ് നമ്പറിനെയാണ് ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത്. അതേപോലെ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും. നെക്സ്റ്റ് ജേണലുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: ജേണലൈസ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ദി ബുക്സ് ഓഫ് രാജു. 2024 December 1st, business started with cash ₹75,000. December 2, paid into bank ₹20,000. Then December 3, sold goods for cash 15,000. Then 5, bought machinery from Star Limited 12,000. 7, purchased goods for cash 10,000. 9, sold goods Swadi 5,000. Then 12, purchased furniture 3,000. Then next 18, cash received from Sadi 4,000. Then 25, paid rent 10,000. Then paid salary 15,000. ഇത്രയുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ ജേണൽ എൻട്രിയിലേക്ക് പാസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു ജേണൽ എൻട്രി ഫോർമാറ്റ് വരക്കുന്നു. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഓക്കെ, ഒന്നാമത്തെ ഡേറ്റ് വരുന്നത് 2024 December 1 ആണ്. ഒന്നാമത്തതിൻ്റെ എന്തായിരുന്നു? ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് ആണ്. അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു. അപ്പോൾ ക്യാഷ് സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അതായത് അസറ്റ് കൂടുകയാണ്, അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് വരും. ഇനി അതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിലെ ക്യാപിറ്റൽ കൂടുകയാണ്, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ 2 രാജൂസ് ക്യാപിറ്റൽ 75,000 ഡെബിറ്റിലും ക്രെഡിറ്റിലും നമ്മൾ എമൗണ്ട് കാണിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണ്? പെയ്ഡ് ഇൻ ടു ബാങ്ക് ആണ്. ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബാങ്ക് അക്കൗണ്ട് ബാലൻസ് കൂടും. ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പം ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതേപോലെ നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷിൻ്റെ വാല്യൂ കുറയുകയാണ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റാണ്. അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പോൾ അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്, ഡെബിറ്റ് സൈഡിൽ 20,000 വരും, ക്രെഡിറ്റ് സൈഡിലും 20,000. നെക്സ്റ്റ് തേർഡ് വൺ, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. നമ്മൾ ക്യാഷിന് സാധനങ്ങൾ വിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ക്യാഷ് വരുന്നു, ക്യാഷ് ഇൻക്രീസ് ചെയ്യാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ദെൻ ടു സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇൻകം ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് 15,000 എന്ന് വരും.
ഇനി നെക്സ്റ്റ് ബോട്ട് മെഷീനറി ഫ്രം സ്റ്റാർ ലിമിറ്റഡ് ആണ്. സ്റ്റാർ ലിമിറ്റഡിൽ നിന്നും മെഷീനറി വാങ്ങിക്കുകയാണ്. മെഷീനറി വാങ്ങുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് മെഷീനറി വരുന്നു. മെഷീനറി എന്നുള്ളത് എന്താണ്? അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സ്റ്റാർ ലിമിറ്റഡിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു സ്ഥാപനത്തിൻ്റെ പേര് തന്നാൽ അതെന്തായിരിക്കും? ക്രെഡിറ്റിനായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതായത് മെഷീനറി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ മെഷീനറി അക്കൗണ്ട് അറ്റർ ഡെബിറ്റ് വരും ടു സ്റ്റാർ ലിമിറ്റഡ്. സ്റ്റാർ ലിമിറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? സപ്ലയേഴ്സ് ആണ്, അതായത് ക്രെഡിറ്റേഴ്സ് ആണ്. സപ്ലയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ലാബിലിറ്റി ആണ്. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ടു സ്റ്റാർ ലിമിറ്റഡ് 12,000 ഡെബിറ്റിലും ക്രെഡിറ്റിലും വരും. ദെൻ നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ടു സ്വാതി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും വ്യക്തിയുടെ പേരാണ് തന്നത്. വ്യക്തിയുടെ പേര് തരുമ്പോൾ അതെന്താണ്? ക്രെഡിറ്റിനാണ്. അപ്പോൾ ഇവിടെ സ്വാതി എന്നുള്ളത് എന്താണ്? ഡെപ്റ്ററാണ്. നമുക്ക് ഡെപ്റ്ററാണ്, അതായത് ഡെപ്റ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ അസറ്റാണ്, ഡെപ്റ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ സ്വാതി അക്കൗണ്ട് അറ്റർ എന്ന് കൊടുക്കും. ടു സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ 5,000 ഡെബിറ്റിലും ക്രെഡിറ്റിലും 5,000 വരും. ദെൻ നെക്സ്റ്റ് വരുന്നത് പർച്ചേസ്ഡ് ഫർണിച്ചറാണ്. ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഫർണിച്ചർ വരുന്നു, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് അറ്റർ. അതേപോലെ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റാണ്. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് 3,000 രണ്ടിലും വരും. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന ക്യാഷ് റിസീവ്ഡ് ഫ്രം സ്വാതി. സ്വാതിയിൽ നിന്നും പണം കിട്ടുകയാണ്. ഓക്കെ, അതായത് സ്വാതി എന്ന് പറയുന്ന ആരാണ്? നമുക്ക് ഡെപ്റ്ററാണ്. നമുക്ക് ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റാണ്. അസറ്റ് കൂടുന്നു, അസറ്റ് കൂടുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സ്വാതി എന്ന് പറയുന്നത് എന്താണ്? ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റാണ്. അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പോൾ അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സ്വാതി എന്ന് വരും. 4,000 ഡെബിറ്റിലും ക്രെഡിറ്റിലും വരും. നെക്സ്റ്റ് വരുന്നത് എന്താണ്? പെയ്ഡ് റെൻ്റ് ആണ്. റെൻറ്റ് കൊടുക്കുന്നു. റെൻറ്റ് കൊടുക്കുമ്പം എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് പോകുന്നു, അസറ്റ് കുറയുകയാണ്. അതേപോലെ റെൻ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ റെൻ്റ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് എന്ന് വരും. 10,000 രണ്ടിലും എമൗണ്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് പെയ്ഡ് സാലറി ആണ്. ലാസ്റ്റ് വൺ വരുന്നത് എന്താണ്? പെയ്ഡ് സാലറി ആണ്. സാലറി കൊടുക്കുന്നു. സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി സാലറി കൊടുക്കുമ്പോൾ ക്യാഷ് ആണ് കൊടുക്കുന്നത്, അസറ്റ് ഡിക്രീസ് ചെയ്യും, ക്യാഷ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെ എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ലാസ്റ്റിലത്തെ എൻട്രി എങ്ങനെ വരും? സാലറി അക്കൗണ്ട് ഡെറ്റർ, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു എന്ത് വരും? ക്യാഷ് എന്ന് വരും. ടു ക്യാഷ് എന്ന് വരും. ഓക്കെ, ആ എൻട്രി കൂടെ നിങ്ങൾ പാസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ജേർണൽ എൻട്രി പാസ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങൾ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന പാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കൂടെ കണ്ടതിന് ശേഷം ജേർണൽ എൻട്രിയിലേക്ക് പാസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.